+1 സിലബസിലെ ഫസ്റ്റ് ചാപ്റ്റർ 1 ഫിസിക്കൽ വേൾഡ്. ഇതൊരു ഇൻട്രൊഡക്ടറി ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് സയൻസ്. സയൻസ് ഈസ് നോട്ട് എ ന്യൂ സബ്ജക്ട് ഫോർ യു. നിങ്ങളെല്ലാവരും ചെറിയ ക്ലാസ് മുതലേ സയൻസ് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ സയൻസ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏർലി മെൻ വാസ് ഓൾവേസ് ക്യൂരിയസ് അബൌട്ട് നേച്ചർ. മനുഷ്യനെന്നും അവന് ചുറ്റിലുമുള്ള പ്രകൃതിയെക്കുറിച്ച് വളരെ ക്യൂരിയസ് ആയിരുന്നു. അപ്പോൾ പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളെയും വളരെ ആശ്ചര്യത്തോടെയാണ് മനുഷ്യൻ കണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ, നൈറ്റ് സ്കൈ, രാത്രിയിലെ ആകാശം, ഡേ ആൻഡ് നൈറ്റ്, അപ്പോൾ റെഗുലർ ഇൻ്റർവെൽസിൽ രാത്രിയും പകലും മാറി മാറി വരുന്നു. അതുപോലെ സീസൺസും ഓരോ റെഗുലർ ഇൻ്റർവെൽസിന് ശേഷം സീസൺസ് മാറി മാറി വരുന്നു. ദെൻ ടൈഡ്സ്, തിരമാലകൾ, റെയിൻബോ, വോൾക്കാനോ, ഇങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല പ്രതിഭാസങ്ങളും വളരെ ആശ്ചര്യത്തോടെയാണ് ആദിമകാലം മുതലേ മനുഷ്യൻ നോക്കിക്കണ്ടിരുന്നത്. അവന് പരിമിതമായ അറിവുകൾ ഉപയോഗിച്ച് ഈ പ്രതിഭാസങ്ങൾക്കെല്ലാം എക്സ്പ്ലനേഷൻസ് കൊടുക്കാനും ശ്രമിച്ചിരുന്നു. അങ്ങനെ അവൻ പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ മനുഷ്യന്റെ പ്രകൃതിയെ അറിയാനുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് സയൻസ് ഒറിജിനേറ്റ് ചെയ്തത്. The word science originate from the Latin verb scientia, meaning to know. ഒരു ലാറ്റിൻ verb ആണ് scientia. ആ scientia ആണ് പിന്നീട് സയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തത്. ആ വേർഡിന്റെ scientiaയുടെ മീനിങ് ടു നോ. അപ്പം മനുഷ്യന്റെ പ്രകൃതിയെ കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹമാണ് സയൻസ് ഒറിജിനേറ്റ് ചെയ്യുന്നതിന് കാരണമായത്. അപ്പം നമുക്ക് സയൻസിന് ഒരു ഡെഫിനിഷൻ നൽകാം. സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് to understand natural phenomena in as much detail and depth as possible and use the knowledge so gained to predict, modify and control phenomena. So science is a systematic attempt. ഇപ്പോൾ സയൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, സയൻറ്റിഫിക് മെത്തേഡ്. അത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഒരു സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ചെയ്ത് പ്രകൃതിയിൽ കാണുന്ന പല പ്രതിഭാസങ്ങളെയും സ്റ്റഡി ചെയ്യുക. ആ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റിലൂടെ സ്റ്റഡി ചെയ്യുക. അതിന് പറ്റാവുന്ന എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നൽകാം. അങ്ങനെ നമുക്ക് ആ എക്സ്പ്ലനേഷൻ, നമുക്ക് ലഭിച്ച ആ നോളേജ് യൂസ് ചെയ്തിട്ട് പല ഫിനോമിനെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. മഴവിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ് ഒരു വോൾക്കാനോ ബ്ലാസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന പല ഫിനോമിനെ നമുക്ക് പല ലോസും മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഏർലി മെൻ വിചാരിച്ചിരുന്നത് എർത്ത് ഈസ് അറ്റ് ദ സെന്റർ, ജിയോസെൻട്രിക് തിയറി ആയിരുന്നു. അതായത് എർത്ത് സെന്ററിലാണ്, എർത്തിന് ചുറ്റും സൺ ആൻഡ് പ്ലാനറ്റ്സ് ആർ റിവോൾവിംഗ്. പിന്നീട് ലേറ്റർ അത് മോഡിഫൈ ചെയ്തു. അതായത് ഇറ്റ് ഈസ് ഹീലിയോസെൻട്രിക്, ദാറ്റ് ഈസ് സൺ ഈസ് അറ്റ് ദ സെന്റർ, സണ്ണിന് ചുറ്റുമാണ് പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത്. ആദ്യം അതൊരു സർക്കുലർ ഓർബിറ്റിലാണ് പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് അത് മോഡിഫൈ ചെയ്ത് ദ പ്ലാനറ്റ്സ് ആർ റിവോൾവിംഗ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് മോഡിഫൈ ചെയ്തു. അപ്പോൾ സയൻസിൽ നമുക്ക് കൂടുതലായിട്ട് സ്റ്റഡി നടത്തുമ്പോൾ കിട്ടുന്ന നോളജ് യൂസ് ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല ലോസും നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സയൻസ് എന്നത് ഒരു എവർ ചേഞ്ചിങ് ആണ്. സയൻസിൽ നമ്മൾ പഠിക്കുന്ന ലോസും തിയറീസും എല്ലാം ഇനി ലേറ്റർ അതിന് ചേഞ്ച് വന്നേക്കാം. കൂടുതൽ നോളേജ് ലഭിക്കുമ്പോൾ, കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ അതിന് പലതിനും പല തിരുത്തലും ആവശ്യമായിട്ട് വന്നേക്കാം. സയൻസിലെ ഏതൊരു ബ്രാഞ്ചിലും സയന്റിഫിക് സ്റ്റഡീസിനായി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സയന്റിഫിക് മെത്തേഡ്. സയന്റിഫിക് മെത്തേഡിലെ ഡിഫറെന്റ് സ്റ്റെപ്സ്. ഫസ്റ്റ് വൺ, സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻസ്. ദെൻ കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്. തേർഡ് സ്റ്റെപ്പ്, qualitative and quantitative reasoning, then mathematical modeling, then prediction and verification or falsification of theories. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ ബേസിൽ ഈ ഡിഫറെന്റ് സ്റ്റെപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഗ്രാവിറ്റേഷനെ ബേസ് ചെയ്തുള്ള ഒരു യൂണിവേഴ്സൽ ലോയിലേക്ക് ന്യൂട്ടൺ എത്തിച്ചേർന്നതെന്ന് കാണാം. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. ന്യൂട്ടൺ വാസ് സിറ്റിംഗ് അണ്ടർ എ ആപ്പിൾ ട്രീ. Then he noticed that an apple is falling downwards. Then he asked a question.
why this apple is falling downwards. എന്തുകൊണ്ടാണ് ആപ്പിൾ താഴേക്ക് തന്നെ വരുന്നത്, എന്തുകൊണ്ട് അത് മുകളിലേക്ക് പോകുന്നില്ല. അപ്പോൾ സിമിലർ ആയിട്ടുള്ള പല ഒബ്സർവേഷൻസും ന്യൂട്ടൺ നടത്തി. all objects projected from earth are coming back to earth. എർത്തിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന വസ്തുക്കളെല്ലാം തിരികെ എർത്തിലേക്ക് തന്നെ വരുന്നു. അപ്പോൾ ഇതിന് ഈ ഒരു ക്വസ്റ്റ്യന് ഒരു എക്സ്പ്ലനേഷൻ നൽകുന്നതിന് വേണ്ടി he made many experiments in his laboratory. That is the second step, controlled experiments. അപ്പോൾ എല്ലാ വസ്തുക്കളും എന്തുകൊണ്ട് എർത്തിലേക്ക് തന്നെ തിരികെ വരുന്നു എന്നതിനൊരു എക്സ്പ്ലനേഷൻ നൽകുന്നതിന് വേണ്ടി ന്യൂട്ടൺ പല എക്സ്പെരിമെന്റ്സും കണ്ടക്ട് ചെയ്തു. ആ എക്സ്പെരിമെന്റ്സിൽ നിന്ന് കിട്ടിയ ആ റിസൾട്ടിനെ എല്ലാം ബേസ് ചെയ്ത്, ന്യൂട്ടൺസ് നടത്തിയ സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ട് he gave a qualitative and quantitative reasoning. അതായത് എല്ലാ വസ്തുക്കളും എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എല്ലാ വസ്തുക്കളും എർത്തിലേക്ക് തന്നെ തിരികെ വരുന്നത്, എല്ലാ വസ്തുക്കളെയും എർത്ത് അതിലേക്ക് തന്നെ പിടിച്ചു വലിക്കുന്ന ഒരു ഫോഴ്സ്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ കുറിച്ച് ന്യൂട്ടൺ കൂടുതൽ സ്റ്റഡീസ് നടത്തി. എല്ലാ വസ്തുക്കൾക്കും ആ ഒരു ഫോഴ്സ് ഒരേപോലെയല്ല അനുഭവപ്പെടുന്നത്. മാസ് കൂടുതലുള്ള ഒരു വസ്തുവാണെങ്കിൽ ദാറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് വിൽ ബി ഹയർ. മാസ് കുറവുള്ള ഒരു വസ്തുവാണെങ്കിൽ ദാറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് വിൽ ബി ലോ. അങ്ങനെ ആ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ ന്യൂട്ടൺ എത്തിച്ചേർന്നു. പിന്നീട് ഈ ഫോഴ്സ് എല്ലാ വസ്തുക്കളെയും എർത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ആ ഫോഴ്സിന് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നൽകാനായി ന്യൂട്ടൺ ശ്രമിച്ചു. എർത്ത് മാത്രമല്ല, യൂണിവേഴ്സിലെ ഏത് രണ്ട് ഒബ്ജക്ട്സ് എടുത്താലും ഏത് ഒബ്ജക്ട്സിനിടയിലും ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെന്ന് ന്യൂട്ടൺ പിന്നീട് കണ്ടെത്തി. അങ്ങനെ അതിനൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നൽകലാണ് നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ്, മാത്തമാറ്റിക്കൽ മോഡലിംഗ്. ആ വസ്തുക്കളുടെ മാസ് m1 ആൻഡ് m2 ആണെങ്കിൽ, ആ രണ്ട് മാസുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് r ആണെങ്കിൽ ദാറ്റ് ഇക്വേഷൻ F is equal to gm1 m2 by r². അങ്ങനെ ഫൈനലി ന്യൂട്ടൺ നടത്തിയ ആ എക്സ്പെരിമെന്റ്സിന്റെയും സ്റ്റഡീസിന്റെയും ബേസിസിൽ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഒരു ഇക്വേഷൻ ന്യൂട്ടൺ ഡെവലപ്പ് ചെയ്തു. ഇനി വേണ്ടത് ഇതിന് ഒരു വെരിഫിക്കേഷൻ ഓർ ഫാൾസിഫിക്കേഷൻ. ഈ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്ത് കൂടുതൽ സ്റ്റഡീസ് നടത്തി അത് കറക്റ്റ് ആണെന്ന് അത് വെരിഫൈ ചെയ്യണം. ഇനി അതല്ല, അതിലെന്തെങ്കിലും കൂടുതൽ സ്റ്റഡീസ് നടത്തുമ്പോൾ പിന്നീട് അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ആ റിസൾട്ടിന് ചേഞ്ചസ് വരുത്തി അത് ക്ലിയർ ആക്കിയെടുക്കണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിനെല്ലാം ശേഷം ന്യൂട്ടൺ ഫൈനലി ഹി എസ്റ്റാബ്ലിഷ്ഡ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ ഇത്രയും സ്റ്റെപ്സിലൂടെയാണ് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ലോ അല്ലെങ്കിൽ ഒരു തിയറി എസ്റ്റാബ്ലിഷ് ചെയ്ത് എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് സയന്റിഫിക് മെത്തേഡ്. Now we see the different branches of science. സയൻസിലെ 3 മെയിൻ ബ്രാഞ്ചസ് ആണ്. ഫസ്റ്റ് വൺ ഫോർമൽ സയൻസസ്. ഈ ഫോർമൽ സയൻസസിൽ വരുന്നതാണ് മാത്തമാറ്റിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. ദെൻ നാച്ചുറൽ സയൻസസ് ആൻഡ് ഓൾ അതർ സോഷ്യൽ സയൻസസ്. നാച്ചുറൽ സയൻസ് ഹാസ് 2 branches, physical sciences and life sciences. Physical science includes physics and chemistry, and life sciences includes botany and zoology. ഇപ്പോൾ സയൻസിലെ ഒരു ബ്രാഞ്ചായ നാച്ചുറൽ സയൻസസിൽ ഫിസിക്കൽ സയൻസിൽ വരുന്നതാണ് ഫിസിക്സ് എന്ന ബ്രാഞ്ച്. Now we are going to discuss what is physics. എന്താണ് ഫിസിക്സ് എന്നതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Now we will see what is physics. The word physics comes from a Greek word meaning nature. നാച്ചുറൽ സയൻസിലെ ഒരു ബ്രാഞ്ചാണ് ഫിസിക്സ്. ഫിസിക്സിൽ പ്രധാനമായും നേച്ചറിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. We can describe physics as a study of the basic laws of nature. നേച്ചറിന് അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ കുറിച്ചാണ് ഫിസിക്സിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫിസിക്സിലെ സയന്റിഫിക് സ്റ്റഡീസിനെല്ലാം പ്രധാനമായും രണ്ട് പ്രക്രിയകൾക്കാണ് ഊന്നൽ നൽകുന്നത്. The two principal thrusts in physics are the first one unification and the other reduction. Unification and reduction, ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഫിസിക്സിൽ പ്രധാനമായും ഊന്നൽ നൽകുന്നത്. യൂണിഫിക്കേഷനും റിഡക്ഷനും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. First we will discuss unification. We explain diverse physical phenomena in terms of few concepts and laws.
ഒരു സിംഗിൾ ലോ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സിംഗിൾ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് പ്രകൃതിയിൽ കാണുന്ന പല തരം പ്രതിഭാസങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് യൂണിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല പ്രതിഭാസങ്ങളെയും ഒരൊറ്റ ലോ യൂസ് ചെയ്ത് നമ്മളൊരു എക്സ്പ്ലനേഷൻ നൽകുകയാണ്. ഫോർ എക്സാമ്പിൾ, ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. സർ ഐസക് ന്യൂട്ടൺ ഫോർമുലേറ്റഡ് ദ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഈ ഗ്രാവിറ്റേഷൻ ലോ യൂസ് ചെയ്ത് നമുക്ക് പല കാര്യങ്ങളും പല പ്രതിഭാസങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ദ ഫോൾ ഓഫ് ആൻ ആപ്പിൾ. ആൻ ആപ്പിൾ ഈസ് ഓൾവേസ് ഫോളിങ് ഡൗൺവേർഡ്സ്. അതുപോലെ എല്ലാ വസ്തുക്കളും എർത്തിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. അതിനൊരു എക്സ്പ്ലനേഷൻ നൽകുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ യൂസ് ചെയ്താണ്. ദെൻ ഒബ്ജക്ട്സ് ഫീൽ വെയിറ്റ്. ഓൾ ഒബ്ജക്ട്സ് ഫീൽ വെയിറ്റ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിന്റെ സർഫസിൽ എല്ലാ ഒബ്ജക്ട്സിനും വെയിറ്റ് അനുഭവപ്പെടുന്നു, ഭാരം അനുഭവപ്പെടുന്നു. ദിസ് ഈസ് ഓൾസോ എക്സ്പ്ലെയിൻ യൂസിങ് ഗ്രാവിറ്റേഷണൽ ലോ. ദെൻ പ്ലാനറ്റ്സ് റിവോൾവ് അറൌണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നു. അവർ എർത്ത് ഈസ് റിവോൾവിംഗ് റൗണ്ട് ദ സൺ. ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് യൂസിങ് the law of gravitation. Then moon revolves round the earth. എർത്തിന് ചുറ്റും മൂൺ റിവോൾവ് ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ സാറ്റലൈറ്റ്സും പ്ലാനറ്റ്സിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. ദിസ് ഈസ് ഓൾസോ എക്സ്പ്ലെയിൻ യൂസിങ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ദെൻ ദ മൂവ്മെന്റ് ഓഫ് എ പെൻഡുലം. എ പെൻഡുലം സ്വിങ്സ്. ഒരു പെൻഡുലം സ്വിങ് ചെയ്യുന്നത് വി ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് യൂസിങ് ദ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. സോ ഒരു സിംഗിൾ ലോ യൂസ് ചെയ്ത് പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങൾക്കും നമ്മൾ എക്സ്പ്ലനേഷൻ നൽകുകയാണ്. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് യൂണിഫിക്കേഷൻ. വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ഈസ് ഓൾവേസ് കൺസേർവ്ഡ്. ഒരു ഫ്രീലി ഫോളിംഗ്, ഒരു കല്ല് താഴേക്ക് വീഴുന്നു. അവിടെ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണ്. അതിന്റെ ടോട്ടൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. വി ആർ യൂസിങ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഒരു ഫ്ലൂയിഡ് ഇൻ ഫ്ലോ, ബെർണോളിസ് പ്രിൻസിപ്പിൾ വി വിൽ സ്റ്റഡി ലേറ്റർ. അപ്പോൾ ഒരു ബെർണോളിസ് പ്രിൻസിപ്പിളിൽ ഒരു ഫ്ലൂയിഡ് ഇൻ മോഷൻ, അതിന്റെ ടോട്ടൽ എനർജി ഈസ് ഓൾവേസ് കൺസേർവ്ഡ്. ദെൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ അവിടെ ടോട്ടൽ എനർജി ഈസ് ഓൾവേസ് കൺസേർവ്ഡ് ആണ്. ദെൻ ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ. ദാറ്റ് ലെൻസസ് ലോ ഈസ് ഓൾസോ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. സോ എ സിംഗിൾ ലോ ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ എ നമ്പർ ഓഫ് phenomena in nature. So that is unification. Now we will see what is reductionism. In reductionism, we derive the properties of a bigger, more complex system from the properties and interactions of its constituent simpler parts. അതായത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് ആ സിസ്റ്റത്തിലെ ഏറ്റവും സിംപ്ലർ കോൺസ്റ്റിറ്റ്യൂവൻസ്, ആ കോൺസ്റ്റിറ്റ്യൂവൻസിന്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസിന്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്തിട്ട് അതിൽ നിന്നും ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ഡിറൈവ് ചെയ്തെടുക്കുന്ന രീതിയാണ് റിഡക്ഷനിസം. അപ്പോൾ സിമ്പിളർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസ് സ്റ്റഡി ചെയ്ത് അതിൽ നിന്നും നമ്മൾ ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിനെ മൊത്തമായി അതിന്റെ ബിഹേവിയർ ഡിറൈവ് ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് ഡിറൈവ് ചെയ്യുക. ദാറ്റ് ഈസ് റിഡക്ഷനിസം. ഒരു എക്സാമ്പിൾ നോക്കാം. വി ആർ കൺസിഡറിങ് എ ബൾക്ക് സിസ്റ്റം. എ ഗ്യാസ് ടേക്കൺ ഇൻ എ സിലിണ്ടർ. ഒരു സിലിണ്ടറിനകത്ത് ഗ്യാസ് എടുത്തിരിക്കുന്നു. ഈ ഗ്യാസിന്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അതിന്റെ ടെമ്പറേച്ചറിന്റെ ചേഞ്ച്, അതിന്റെ വാരിയേഷൻ മനസ്സിലാക്കണമെങ്കിൽ വി ഹാവ് ടു നോ ദ കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസ്. ഏത് മാറ്ററും, matter is made up of atoms and molecules. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസിന്റെ പ്രോപ്പർട്ടീസ്, അതിലൊരു പ്രോപ്പർട്ടിയാണ് ഗ്യാസിന്റെ, ഒരു പ്രോപ്പർട്ടിയാണ് ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസ് ആയ മോളിക്യുലർ ബിഹേവിയർ അറിഞ്ഞിരിക്കണം. അപ്പോൾ മോളിക്യുലർ ബിഹേവിയർ എന്ന് പറയുന്നത് കൈനറ്റിക് തിയറിയിൽ പറയുന്നു ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ. ഇപ്പൊ ഈ മൂവ് ചെയ്യുന്ന ഈ മോളിക്യൂൾസിന് ഒരു പർട്ടിക്കുലർ സ്പീഡ് ഉണ്ടായിരിക്കും. ആ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിന്റെ ടെമ്പറേച്ചർ ഇരിക്കുന്നത്. When speed increases, the temperature increases, or when temperature increases, the speed increases. അപ്പോൾ മോളിക്കുലർ ലെവലിലുള്ള ഈ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ ഇവിടെ 300 Kelvin ആയി, then speed again increases. അപ്പോൾ ആ മോളിക്യൂൾസിന്റെ ബിഹേവിയർ അറിഞ്ഞാലാണ്, മോളിക്യൂളിന്റെ സ്പീഡ് അറിഞ്ഞാലാണ് we can derive its
ടെമ്പറേച്ചർ അറിയാൻ പറ്റുള്ളൂ. ആ ഒരു ടെമ്പറേച്ചർ അറിഞ്ഞാലാണ് ഈ ഒരു ബൾക്ക് സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ചേഞ്ചിനെ കുറിച്ച് നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ബൾക്ക് സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ എന്നുള്ള ഒരു കോംപ്ലക്സ് സിസ്റ്റം സോൾവ് ചെയ്യാനായിട്ട്, ഒരു ബിഗ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളായ മോളിക്യൂൾസിന്റെ സ്പീഡ് സ്റ്റഡി ചെയ്തു. ആ മോളിക്കുലർ സ്പീഡിൽ നിന്നും ടെമ്പറേച്ചർ മനസ്സിലാക്കി. അങ്ങനെ ഈ ഒരു ബിഗർ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറിനെ കുറിച്ച് മനസ്സിലാക്കിയെടുത്തു. അങ്ങനെ സ്മോളർ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ സ്റ്റഡി ചെയ്ത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ മൊത്തത്തിൽ സ്റ്റഡി ചെയ്യുന്ന രീതിയാണ് റിഡക്ഷനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now we have to discuss the scope and excitement of physics. ഫിസിക്സിന്റെ സ്കോപ്പ് മനസ്സിലാക്കണമെങ്കിൽ അതിലെ ഡിഫറെന്റ് ബ്രാഞ്ചസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണം. ഫിസിക്സിലെ ഡിഫറെന്റ് ബ്രാഞ്ചസ് എല്ലാം രണ്ട് ഡൊമെയിൻസിന്റെ കീഴിൽ വരുന്നതാണ്. ദാറ്റ് ഈസ് മാക്രോസ്കോപ്പിക് ഡൊമെയിൻ ആൻഡ് മൈക്രോസ്കോപ്പിക് ഡൊമെയിൻ. ഇവിടെ മാക്രോസ്കോപ്പിക് എന്നത് ഉദ്ദേശിക്കുന്നത്, മാക്രോസ്കോപ്പിക് മീൻസ് ഫിസിക്കൽ ഒബ്ജക്ട്സ് ദാറ്റ് ആർ മെഷറബിൾ ആൻഡ് ക്യാൻ ബി സീൻ ബൈ ദ നേക്കഡ് ഐ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാവുന്ന സൈസിലുള്ള ഒബ്ജക്ട്സ്, അതുപോലെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന സൈസിലുള്ളതും കണ്ണുകൾ കൊണ്ട്, നേക്കഡ് ഐ മീൻസ് വിത്തൗട്ട് യൂസിങ് എനി ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ കണ്ണുകൾ കൊണ്ട് മാത്രം കാണാൻ സാധിക്കുന്ന സൈസിലുള്ള ഒബ്ജക്ട്സിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നതാണ് ഈ മാക്രോസ്കോപ്പിക് ഡൊമെയിനിൽ വരുന്നത്. ദെൻ മൈക്രോസ്കോപ്പിക് മീൻസ് the objects and events smaller than those that can be easily seen by the naked eye, requiring a lens or microscope to see them clearly. അതായത് നേക്കഡ് ഐ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഒബ്ജക്ട്സ്. അപ്പൊ അത്തരം ഒബ്ജക്ട്സിനെ കാണണമെങ്കിൽ നമുക്കൊരു ലെൻസോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്സോ യൂസ് ചെയ്യേണ്ടി വരും. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ട് മാത്രമേ അത്തരം സൈസിലുള്ള, അത്രയും സ്മോൾ സൈസിലുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്തരം സൈസിലുള്ള സ്മോൾ പാർട്ടിക്കിൾസിന്റെ ബിഹേവിയറുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ഡൊമെയിൻ ആണ് മൈക്രോസ്കോപ്പിക് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ മാക്രോ മീൻസ് ബിഗ്ഗർ സൈസ് പാർട്ടിക്കിൾസ് ആൻഡ് മൈക്രോ മീൻസ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളത്, അതായത് വെരി സ്മോൾ സൈസിലുള്ള പാർട്ടിക്കിൾസ്. ഇപ്പൊ ഫിസിക്സിലെ മാക്രോസ്കോപ്പിക്, അതായത് ബിഗ്ഗർ സൈസിലുള്ള പാർട്ടിക്കിൾസുമായിട്ട് ഡീൽ ചെയ്യുന്ന ആ ഫിസിക്സിലെ ബ്രാഞ്ച് മെയിൻ ആയിട്ടും ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയാം. അപ്പൊ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ഓൾഡ് ബ്രാഞ്ച് ആണ്. വളരെ പുരാതന കാലം മുതലേ തന്നെ ഫിസിക്സിലെ ഡിസ്കവറീസ് എല്ലാം വരുന്നത് ക്ലാസിക്കൽ ഫിസിക്സിലെ സ്റ്റഡീസ് ആണ് അധികം വന്നിട്ടുള്ളത്. അന്ന് ഈ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ക്ലാസിക്കൽ ഫിസിക്സ് എന്നുള്ള ഒരു ബിഗ്ഗർ ബ്രാഞ്ച് ആണ്. അതിൽ ക്ലാസിക്കൽ ഫിസിക്സ് മെയിൻ ആയിട്ടും മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. ഇനി വളരെ സ്മോൾ സൈസുള്ള ഈ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഫിസിക്സിലെ ബ്രാഞ്ച് മെയിൻ ആയിട്ട് നമുക്ക് മോഡേൺ ഫിസിക്സ് എന്ന് വിളിക്കാം. അപ്പോൾ മാക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ അത് ക്ലാസിക്കൽ ഫിസിക്സിന്റെ ഭാഗമായിട്ടും മൈക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ അതൊരു മോഡേൺ ഫിസിക്സിന്റെ ഭാഗമായിട്ടും കൺസിഡർ ചെയ്യാം. ഫിസിക്സിൽ മാക്രോസ്കോപ്പിക് ഡൊമെയിനിന്റെ കീഴിൽ വരുന്നതാണ് ലബോറട്ടറി, the experiments we are conducting in the laboratories. Then on the surface of earth, that is terrestrial communication systems, that is we are using transmitting antenna and receiving antenna എല്ലാം യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ചെയ്യുന്നു. അതെല്ലാം ടെറസ്ട്രിയൽ ആയിട്ട് വരുന്നതൊക്കെ മാക്രോസ്കോപ്പിക് ആണ്. ദെൻ ആസ്ട്രോണമിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബിഗ്ഗർ സൈസുള്ള പാർട്ടിക്കിൾസ് ആണ്. ഇപ്പൊ സണ്ണിന് ചുറ്റും സോളാർ സിസ്റ്റം, പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നു, ദെൻ സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ഒരു മാക്രോസ്കോപ്പിക് ഡൊമൈനിന്റെ കീഴിൽ വരുന്നതാണ്. ലബോറട്ടറി, ടെറസ്ട്രിയൽ, ആസ്ട്രോണമിക്കൽ എല്ലാം. മൈക്രോസ്കോപ്പിക് ഡൊമൈൻ എന്ന് പറയുമ്പോൾ മാറ്ററിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിലേക്ക് വരണം. വി നോ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ഒരു മോളിക്കുലർ ലെവലിലുള്ള സ്റ്റഡീസ്. ഇനി മോളിക്യൂൾസിനെ വീണ്ടും, മോളിക്യൂൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് ആണ്. സോ ഒരു ആറ്റോമിക് ലെവലിലേക്ക് നമ്മൾ സ്റ്റഡീസ് നടത്തുക. ഇനി ഒരു ആറ്റത്തിനകത്ത് അതിന്റെ സെന്ററിൽ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അപ്പോൾ ഒരു ന്യൂക്ലിയർ ലെവലിലേക്ക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്മോളർ ലെവലിലേക്ക് വന്നു. വീണ്ടും പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, അതിനും സബ് ഡിവിഷൻസ് ഉണ്ട്, സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ അത്രയും സ്മോളർ ലെവലിലേക്ക് ഉള്ള സ്റ്റഡീസ് ഒക്കെ വരുമ്പോൾ അതിനെ പറയുന്നതാണ് മൈക്രോസ്കോപ്പിക് ഡൊമൈൻ. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ദ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്. ഫിസിക്സിലെ രണ്ട് ഡൊമെയിൻസ് നമ്മൾ കണ്ടു, മാക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക്. ക്ലാസിക്കൽ ഫിസിക്സ് എന്നുള്ള ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചിൽ മെയിൻ ആയിട്ടും മാക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിനെയാണ്
പ്രതിപാദിക്കുന്നത്. ക്ലാസിക്കൽ ഫിസിക്സ് വളരെ പുരാതന കാലം മുതൽക്കേ തന്നെയുള്ള ഒരു ബ്രാഞ്ചാണ്. ഏർലിയർ സ്റ്റഡീസ് എല്ലാം ഈ ക്ലാസിക്കൽ ഫിസിക്സിന്റെ കീഴിൽ വരുന്നതാണ്. ക്ലാസിക്കൽ ഫിസിക്സിലെ തന്നെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണ് മെക്കാനിക്സ്, ദെൻ തെർമോഡൈനാമിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഒപ്റ്റിക്സ്. ഈ ബ്രാഞ്ചസിനെ കുറിച്ചും ഈ ഓരോ ബ്രാഞ്ചസിനും കീഴിൽ വരുന്ന ഡിഫറെന്റ് ടോപ്പിക്സ് എന്തെല്ലാമാണെന്ന് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ക്ലാസിക്കൽ ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്സ്. മെക്കാനിക്സിൽ ഒരു വെറൈറ്റി ഓഫ് ടോപ്പിക്സ് ഡീൽ ചെയ്യുന്നുണ്ട്. അതിൽ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ, അതായത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, സർക്കുലർ മോഷൻ, റൊട്ടേഷണൽ മോഷൻ, പീരിയോഡിക് മോഷൻ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ ഈ മെക്കാനിക്സ് എന്നുള്ള ബ്രാഞ്ചിന്റെ കീഴിൽ വരുന്നു. ദെൻ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. ന്യൂട്ടൺ പുട്ട് ഫോർവേഡ് 3 laws, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. ന്യൂട്ടന്റെ തേർഡ് ലോ യൂസ് ചെയ്തിട്ടാണ് ഒരു റോക്കറ്റിന്റെ പ്രൊപ്പൽഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ റൊട്ടേഷൻ, റെവല്യൂഷൻ ഓഫ് എർത്ത് അറൌണ്ട് ദി സൺ. സണ്ണിന് ചുറ്റും എർത്ത് റിവോൾവ് ചെയ്യുന്നു, അതുപോലെ എർത്തിന് ചുറ്റും മൂൺ റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ പ്ലാനറ്റ്സിന്റെയും സാറ്റലൈറ്റിന്റെയും മൂവ്മെന്റ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ മെക്കാനിക്സ് എന്നുള്ള ബ്രാഞ്ചിലാണ്. ദെൻ ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നു, അതുപോലെ ലോഡ് ചെയ്ത ഒരു സ്പ്രിങ് ഓസിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓസിലേറ്ററി മോഷൻ ഈസ് ഓൾസോ കംസ് അണ്ടർ മെക്കാനിക്സ്. ദെൻ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ. യൂണിവേഴ്സിലെ ഏത് രണ്ട് ഒബ്ജക്ട്സിനും ഇടയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഡ്യൂ ടു ദാറ്റ് അട്രാക്ഷൻ വി ഫീൽ വെയിറ്റ്. എർത്തിലെ സർഫസിൽ വെയിറ്റ് അനുഭവപ്പെടുന്നത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതെല്ലാം മെക്കാനിക്സിൽ ഡീൽ ചെയ്യുന്ന ടോപ്പിക്സ് ആണ്. ദെൻ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് വേവ്. സൗണ്ട് വേവ് ലോഞ്ചിറ്റ്യൂണൽ വേവ് ആയിട്ട് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെ, അതുപോലെ ഒരു സ്ട്രിങ്ങിലെ ട്രാൻസ്വേഴ്സ് വേവിന്റെ പ്രൊപ്പഗേഷൻ. അപ്പോൾ വേവ് പ്രൊപ്പഗേഷനും ഈ മെക്കാനിക്സ് എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ലോസ് ഓഫ് ഫ്ലോട്ടേഷൻ. ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ്, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന്റെ ടോട്ടൽ എനർജി കൺസർവേഷൻ, ബെർണോളിസ് പ്രിൻസിപ്പിൾ, ദെൻ കാപ്പിലറി റൈസ്, അതുപോലെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്, ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ, അതെല്ലാം മെക്കാനിക്സ് എന്നുള്ള ബ്രാഞ്ചിന്റെ കീഴിൽ വരുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള ടോപ്പിക്സിലെ അധിക ഭാഗവും വരുന്നത് ഈ മെക്കാനിക്സ് എന്നുള്ള ബ്രാഞ്ചിന്റെ കീഴിൽ വരുന്നതാണ്. Now, second branch of classical physics is thermodynamics. In thermodynamics, we explain heat and transfer, then different methods of heat transfer, that is conduction, convection and radiation, then different thermodynamic processes, that is isothermal process, isobaric, isochoric and adiabatic processes. Then the laws of thermodynamics. Using the first law of thermodynamics, we explain the working of heat engine, and then using second law of thermodynamics, we explain the working of refrigerator. For thermodynamics le korchu chapters namukku first year +1 class il പഠിക്കാനുണ്ട്. അപ്പോൾ കൂടുതൽ ടോപ്പിക്കും വരുന്നത് മെക്കാനിക്സിലാണ്. പിന്നെ റിമൈനിങ് ടോപ്പിക്സ് വരുന്നത് മെയിൻ ആയിട്ടും +1 സിലബസിൽ വരുന്നത് തെർമോഡൈനാമിക്സ് എന്ന ബ്രാഞ്ചിൽ നിന്നാണ്. One important branch of classical physics is electrodynamics. In electrodynamics, we discuss the properties of charges. Similar charges ആണെങ്കിൽ repel ചെയ്യുന്നു, opposite charges ആണെങ്കിൽ attract ചെയ്യും. Then we discuss the electric field lines surrounding charges. ഈ charges തന്നെ move ചെയ്യുമ്പോൾ അത് it produces current. Moving charges produces current. So, current electricity is a main topic in electrodynamics. ചാർജ് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇതൊരു ചാർജ് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ ആണ്, അതിനടുത്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡിഫ്ലക്ട് ചെയ്യുന്നു. സോ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആൻഡ് മാഗ്നറ്റിസം ഈസ് ഓൾസോ എക്സ്പ്ലെയിൻഡ് ഇൻ ഇലക്ട്രോഡൈനാമിക്സ്. ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും വേർതിരിച്ച് നിർത്താൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളല്ല, അത് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോഡൈനാമിക്സിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. Then we explain the electromagnetic waves, different types of electromagnetic waves, the electromagnetic spectrum. It includes radio waves, microwaves, X-rays, gamma rays, etc. Then AC current, then different types of AC circuits. ഇതെല്ലാം ഇലക്ട്രോഡൈനാമിക്സിൻ എന്നുള്ള ബ്രാഞ്ചിൽ ഉൾപ്പെടുന്ന ചില ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഈ ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നില്ല. സെക്കൻഡ് ഇയറിലെ സിലബസിൽ
ഇലക്ട്രോഡൈനാമിക്സിലെ ഈ ടോപ്പിക്സ് എല്ലാം കുറച്ചധികം ചാപ്റ്റേഴ്സിലായിട്ട് കവർ ചെയ്യുന്നുണ്ട്. Another important branch under classical physics is optics. ലൈറ്റിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് ഒപ്റ്റിക്സ് എന്നുള്ള ബ്രാഞ്ചിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ദെൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സച്ച് ആസ് ലെൻസ് ആൻഡ് മിറേഴ്സ്, അതിലെ ഇമേജ് ഫോർമേഷൻ. ദെൻ സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, അതിലെല്ലാം ഇമേജ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒപ്റ്റിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ഫോർമേഷൻ ഓഫ് റെയിൻബോ. അപ്പോൾ ഇതെല്ലാം ലൈറ്റിന് ഒപ്റ്റിക്സിന് തന്നെ രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്. ലൈറ്റിന് ഒരു പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, ഒരു വേവ് നേച്ചർ ഉണ്ട്. അതിന്റെ ബേസിൽ ഒപ്റ്റിക്സ് ഹാസ് രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്, അതായത് റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും. അപ്പോൾ ഈ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും എല്ലാം റേ ഒപ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, പാർട്ടിക്കിൾ നേച്ചർ വെച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ലൈറ്റിന്റെ വേവ് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഹൈജൻസ് തിയറി. ആ ഹൈജൻസ് തിയറിയിൽ വേവ് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ലൈറ്റിന്റെ വേവ് നേച്ചർ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് interference of light, then diffraction and then polarization. അപ്പോൾ ഒപ്റ്റിക്സ് എന്നുള്ള ബ്രാഞ്ചും അതിൽ റേ ഒപ്റ്റിക്സ് ആൻഡ് വേവ് ഒപ്റ്റിക്സ് രണ്ട് ടോപ്പിക്സും സെക്കൻഡ് ഇയർ സിലബസിൽ നമ്മൾ കവർ ചെയ്യുന്ന രണ്ട് പോർഷൻസ് ആണ്. ക്ലാസിക്കൽ ഫിസിക്സിലെ ബ്രാഞ്ചസ് ഡിസ്കസ് ചെയ്തു. ക്ലാസിക്കൽ ഫിസിക്സ് എന്നത് മാക്രോസ്കോപ്പിക് ഡൊമൈനിൽ വരുന്നതാണ്. ഇനി മൈക്രോസ്കോപ്പിക് ഡൊമൈനിലേക്ക് വരുമ്പോൾ അത് ആറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ലെവലിലുള്ള അത്രയും സ്മോൾ സൈസ് പാർട്ടിക്കിൾസ് ആണ്. ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ആ ഒരു ബ്രാഞ്ചിനെ മോഡേൺ ഫിസിക്സ് എന്ന് വിളിക്കുന്നു. ആ മോഡേൺ ഫിസിക്സിൽ ക്വാണ്ടം തിയറി യൂസ് ചെയ്താണ് നമുക്ക് എക്സ്പ്ലനേഷൻ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലാസിക്കൽ ഫിസിക്സിന് ഒരിക്കലും ഒരു ആറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ലെവലുള്ള എക്സ്പ്ലനേഷൻസ് നൽകാനായിട്ട് സാധിക്കുകയില്ല. സോ വി യൂസ് ക്വാണ്ടം തിയറി. അപ്പോൾ ഇവിടെ മോഡേൺ ഫിസിക്സിൽ ഒരു ആറ്റോമിക് ആറ്റം, ഓൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റം. ആറ്റത്തിന്റെ തന്നെ സെന്ററിൽ ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ആ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ബൈൻഡ് ചെയ്യുന്ന ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇനി ആ ന്യൂക്ലിയസും ഇറ്റ് ഈസ് ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ്. ആ പാർട്ടിക്കിൾസ് ക്വാർക്സ് എന്ന് വിളിക്കും. ആ ഒരു എക്സ്പ്ലനേഷനിലേക്കൊക്കെ വരാനായിട്ട് ക്വാണ്ടം തിയറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നീട് മോഡേൺ ഫിസിക്സിൽ atomic energy levels explain ചെയ്യുന്നുണ്ട്. Then nuclear fission and nuclear fusion. Then decay of a nucleus. ഒരു ന്യൂക്ലിയസ് ആൽഫ ബീറ്റ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആൽഫ ബീറ്റ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്ത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്നു. Then we also discuss semiconductor, the semiconductor chips, സെമികണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഈ ഒരു മോഡേൺ ഫിസിക്സ് എന്നുള്ള ഒരു ബ്രാഞ്ചിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മോഡേൺ ഫിസിക്സിലെ കുറച്ച് ചാപ്റ്റേഴ്സും സെക്കൻഡ് ഇയർ ചാപ്റ്ററിൽ നമുക്ക് സെക്കൻഡ് ഇയർ സിലബസിൽ പഠിക്കാനായിട്ടുണ്ട്.